സിനിമാ നടിയും NDA സ്ഥാനാർത്ഥിയുമായ അഞ്ജലി നായരെ ആരും മറന്നിട്ടില്ലല്ലോ. ദൃഷ്ടി പതിഞ്ഞാ മതി, നാട്ടുകാര് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റൂലല്ലോ അല്ലെ. ഈ ഇലക്ഷൻ കാലഘട്ടം ഏറ്റവും കൂടുതൽ മനോഹരമാക്കിയത് നമ്മുടെ അഞ്ജലി ചേച്ചിയെ പോലുള്ള ആളുകളാണല്ലോ. ആരാധകരെ കണ്ട മെയ് 4 വരെ എന്തായാലും ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാകും. 4-ന് ശേഷം പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ചേച്ചിന്റെ പൊടി പോലും കാണാൻ സാധ്യതയില്ല. എന്തായാലും മാധ്യമങ്ങൾക്കും ഇപ്പൊ NDA സ്ഥാനാർത്ഥികളെ മതി. ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവർ NDA സ്ഥാനാർത്ഥികളുടെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. ഒരു എന്റർടൈൻമെന്റ് പരിപാടി പോലെയാണ് മാധ്യമങ്ങൾ ഇതിനെ കാണുന്നത് എന്ന് തോന്നും. NDA സ്ഥാനാർത്ഥികൾ എന്തായാലും കുറച്ച് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയല്ലോ, അങ്ങനെ നല്ല റീച്ചും കിട്ടും. ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ ഇടയ്ക്കിടെ ഇവരേക്ക് ഊറ്റി ജീവിക്കാമെന്നാണ് മാധ്യമങ്ങളുടെ മനസ്സിലിരിപ്പെന്ന് തോന്നുന്നു. ഡോക്ടർ തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. നിങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ ആരുടെയെങ്കിലും ജീവൻ ഞാൻ രക്ഷിച്ചിട്ടുണ്ടോ? അതിനേക്കാൾ വലിയ കാര്യമാണ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതവും ബിസിനസ്സും പച്ച പിടിച്ചതിന്റെ കാരണക്കാരൻ ഡോക്ടറാണ്. എന്റെ കട ഇത്രക്ക് ഡെവലപ്പ് ആയത് ഡോക്ടർ വന്നതിന് ശേഷമാണ്. കഴിഞ്ഞ ദിവസം പോലും ഏഷ്യാനെറ്റ് ന്യൂസിൽ അഞ്ജലി നായരുടെ ഒരു ചെറിയ ഇന്റർവ്യൂ വന്നതേ ഉള്ളൂ. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. സ്ഥാനാർത്ഥികളുടെ വിഷു വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. തൃപ്പൂണിത്തുറയിൽ ഇത്തവണ വിജയം ഉറപ്പെന്നാണ് NDA സ്ഥാനാർത്ഥി അഞ്ജലി നായർ പറയുന്നത്. അഞ്ജലിയുടെ ഇത്തവണത്തെ വിഷു ഇലക്ഷൻ സ്പെഷ്യലാണ്. ജൂലിയറ്റ് അഞ്ജലിയുമായി സംസാരിച്ചു. തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായരാണ് വിഷുദിനത്തിൽ ഏഷ്യനെറ്റ് ന്യൂസിനൊപ്പം ചേരുന്നത്. അഞ്ജലി, ആദ്യം തന്നെ ഹാപ്പി വിഷു. സിനിമ സ്പെഷ്യൽ വിഷു, കുടുംബത്തിനൊപ്പമുള്ള വിഷു ഒക്കെ അഞ്ജലിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ വിഷു പൊളിറ്റിക്കൽ ആണല്ലേ, എങ്ങനെയുണ്ട് ഈ വിഷു? ഈ വിഷു വളരെ വേറിട്ടൊരു അനുഭവമാണ്. ഞാൻ വിഷുവിന് ഇന്നലെ തൃപ്പൂണിത്തുറ ഭാഗത്തേക്കാണ് എന്റെ പർച്ചേസ് സംബന്ധമായിട്ട് പോയത്. 4-ാം തീയതി എന്താകും റിസൾട്ട് എന്ന് പോലും അറിയാതെ അവരേറെ സന്തോഷിക്കുകയാണ്. വണ്ടി തള്ളാൻ വേറൊരു സഹായം വേണ്ട, ഞാൻ മാത്രം മതി, ആനന്ദിക്കുകയാണ്. അത് കാണാൻ പറ്റും. അങ്ങനെ സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ജലി അത് തോൽക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടുള്ള സന്തോഷമായിരിക്കും. അല്ലാതെ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് സന്തോഷിക്കാനുള്ള കാരണമൊന്നും ഞാൻ കാണുന്നില്ല. അത് പിന്നെ NDA സ്ഥാനാർത്ഥികൾ എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായിരിക്കും റിസൾട്ട് എന്ന് അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ അഞ്ജലി ചേച്ചി പറയുന്നത് പോലെ ഇനി ആരെങ്കിലും ജയിക്കുമെന്ന് കരുതി സന്തോഷിക്കുന്നുണ്ടെങ്കിൽ സന്തോഷിച്ചാട്ടെ അല്ലെ. എന്തായാലും മെയ് 4 വരെ ഇല്ലുള്ളൂ ആ സന്തോഷം. എലക്ഷൻ സമയത്ത് ഇങ്ങനൊന്നും ആയിരുന്നില്ല ആള്. എന്തൊക്കെയായിരുന്നു, ഓടുന്നു ചാടുന്നു, ഭയങ്കര ആവേശമായിരുന്നു. ഇപ്പൊ തോൽക്കുമെന്ന് ഉറപ്പായപ്പോ ആവേശമൊക്കെ പോയി എന്ന് തോന്നുന്നു. വീക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പടക്കക്കടയിൽ പോയപ്പോൾ എല്ലാവരും 4-ാം തീയതി എത്ര പടക്കം വാങ്ങണം എന്നുള്ള. അപ്പൊ വരുന്നവരും പോകുന്നവരൊക്കെ ചേച്ചി എടുത്തപ്പോ നല്ലോണം ഊക്കി വിടുന്നുണ്ട് അല്ലെ. ചക്ക വാങ്ങാൻ പോയപ്പോ ഏറ്റവും നല്ല ചക്ക കൊടുക്കാൻ വേണ്ടി ആളുകൾ തിരക്ക് കൂട്ടുന്നു. പടക്കം വാങ്ങാൻ പോയപ്പോയോ 4-ാം തീയതിക്കുള്ള പടക്കം ബുക്ക് ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നു. എന്താല്ലേ പാവുണ്ട്. എല്ലാരും തന്നെ ഊക്കുകയാണെന്ന് പോലും ചേച്ചിക്ക് മനസ്സിലായിട്ടില്ലെന്ന്. മോള് അവിടെ പോയി ചാച്ചിക്കോ, ഉറങ്ങിക്കോ. വേണ്ട മോളെ, ചായയും ബജ്ജി ഒന്നും ഇപ്പൊ വേണ്ട.